Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് ഗ്ലിറ്ററിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ജെലാറ്റിൻ വെച്ചിട്ടും അല്ലാതെ കോൺഫ്ലോർ വെച്ചിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. പിന്നെ ഉണങ്ങിയെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. ഇതിൻ്റെ അളവ് കൂടിപ്പോകരുത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഷീറ്റിന് കട്ടി കൂടിപ്പോവും. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. കൂടുതലായിട്ട് ഗ്ലിറ്റർ ഉണ്ടാക്കണമെങ്കിൽ ഇത് ഇരട്ടിയാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ജെലാറ്റിൻ വെച്ചിട്ടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വളരെ കുറച്ച് മാത്രം ചെയ്ത് കാണിക്കുന്നത്. ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും, ആ സൈഡിൽ നിന്നൊക്കെ ഒരു പാട പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒരു പാട പോലെ വരും. ഇങ്ങനെയാണ് ഇത് ഉണങ്ങിയിട്ട് വരുമ്പോഴും കിട്ടുന്നത്. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ അടുപ്പത്തുനിന്ന് മാറ്റണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള കളർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഗ്രീൻ കളറാണ് എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഷീറ്റിലേക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടിയില്ലാതെ വേണം സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇതിങ്ങനെ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് തന്നെ ഉപയോഗിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും ആ ഷീറ്റിൽ നിന്ന്. പ്ലാസ്റ്റിക് ഷീറ്റിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇത് ഉണങ്ങാനായിട്ട് വെക്കണം. പുറത്ത് തന്നെ വെച്ചാൽ മതി. പിന്നെ ഫാനിൻ്റെ അടുത്തൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ പറ്റും. കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും എടുക്കും ഈ കോൺഫ്ലോർ വെച്ചിട്ട് ചെയ്യുന്ന ഗ്ലിറ്ററിൻ്റെ ആ ഒരു ഇത് ഉണങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരമാണ് ചെയ്യുന്നത്. ഇനി നാളെ രാവിലെ ആണ് ഇത് ഉണങ്ങിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഉണക്കാനായിട്ട് വെക്കാം. ഇനി ജെലാറ്റിൻ വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലിറ്റർ കാണിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ചേർക്കുന്നുണ്ട്. ഈ ഒരു പാക്കറ്റിൽ 1 ടേബിൾ സ്പൂൺ ആണ് വരുന്നത്. ഇനി ഇതിലേക്ക് സാദാ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ജെലാറ്റിന് 3 ടേബിൾ സ്പൂൺ വെള്ളം എന്ന കണക്കിലാണ് ചേർക്കുന്നത്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കും. എന്നിട്ട് ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിനി മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് മെൽറ്റാക്കിയിട്ട് എടുത്താലും മതി. ജെലാറ്റിൻ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജെലാറ്റിന് ഒരു മണം ഉണ്ടാവും. അപ്പോൾ അത് മാറി കിട്ടാനായിട്ടാണ് ഈ എസൻസ് ചേർത്തിട്ടുള്ളത്. വാനില എസൻസിന് പകരമായിട്ട് പൈനാപ്പിൾ എസൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിന് ഈ കളർ ചേർക്കാനായിട്ട് ഞാൻ 2 ബൗളിലായിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഒരു ബൗളിലേക്ക് റെഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. മറ്റൊന്നിലേക്ക് യെല്ലോയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജെലാറ്റിൻ മെൽറ്റാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് മിക്സാക്കിയൊക്കെ എടുക്കണം. ജെലാറ്റിൻ പുറത്തിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് സെറ്റായി വരും. അപ്പോൾ യെല്ലോ കളറിലേക്ക് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ഭംഗി ഉണ്ടാവും ഗ്ലിറ്റർ ചെയ്ത് കഴിയുമ്പോൾ. ഇപ്പോൾ തന്നെ ഇതിന് നല്ലൊരു തിളക്കമുണ്ട്. അപ്പോൾ നിങ്ങളിത് പുറത്ത് വെച്ചേക്കുകയാണെങ്കിൽ ഒന്ന് സെറ്റായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചൂടുവെള്ളത്തിലേക്ക് വെച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക, അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി. നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതും ഉണക്കാനായിട്ട് വെക്കാം.
ജലാറ്റിൻ വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു ഗ്ലിറ്റർ പെട്ടെന്ന് തന്നെ ആ ഒരു ഷീറ്റ് ഉണങ്ങി കിട്ടും. മറ്റേ കോൺഫ്ലവർ വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും വേഗത്തിൽ ഉണങ്ങി കിട്ടും ഈ ഒരു ഗ്ലിറ്ററിൻ്റെ ഒരു ഷീറ്റ്. ഇതൊരു 5 മണിക്കൂറൊക്കെ കൊണ്ട് ഉണങ്ങി കിട്ടും. മറ്റേത് കോൺഫ്ലവർ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും ഉണങ്ങി കിട്ടാനായിട്ട്. കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും എടുക്കും. ഇപ്പോൾ ഷീറ്റെല്ലാം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഷീറ്റിൽ നിന്ന് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇത് കുറേശ്ശെയായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. കുറച്ച് ടൈം എടുക്കും ഇത് പൊടിഞ്ഞ് കിട്ടാനായിട്ട്. നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഒരു കത്രിക ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാകും നമുക്കിത് പൗഡറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്നും പൊടിച്ചിട്ടില്ല. കുറച്ച് മാത്രം ഒരു ഇതിൽ അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേക്കിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ പൊടിച്ചെടുത്താൽ മതി. ഇത് കോൺഫ്ലവർ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഷീറ്റാണ്. ഇത് ജലാറ്റിൻ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഷീറ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ കനം കുറവായിട്ടാണുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിത് ഉണക്കാൻ വയ്ക്കുമ്പോൾ നല്ല നൈസായിട്ട് അത് സ്പ്രെഡ് ചെയ്താൽ മാത്രമേ ഇതുപോലെ കട്ടി കുറഞ്ഞിട്ട് നമുക്ക് ഷീറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. ഇതും അതേപോലെ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പൗഡറാക്കി എടുക്കണമെങ്കിൽ കുറച്ച് നേരം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് പൊടിക്കുന്നില്ല, കുറച്ചൊന്ന് പൊടിച്ചിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ടിന്നിലാക്കിയിട്ട് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നല്ല ഭംഗിയിൽ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെയാണ് ഉണ്ടാവുന്നത്. നല്ല ഗ്ലിറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുള്ള യെല്ലോ കളറിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ കളറിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു തിളക്കമാണ്. കറക്റ്റ് ആ ഒരു ഗോൾഡൻ കളർ തന്നെ വന്നിട്ടുണ്ട്. ഇതും പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചപ്പോൾ ഇങ്ങനെയാണുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഞാനെടുത്ത് മറ്റൊരു ടിന്നിലാക്കിയിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്